ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ ഇനി വരുത്തുന്ന ദിവസം ചിലപ്പോ ഇതിലും വലിയൊരു ടാർപ്പ കെട്ടേണ്ടി വരും. എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പാലുകാച്ചിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കട്ടെ. നിന്റെ കെട്ടിയോളോടുകൂടി ഇത് പറഞ്ഞേക്ക്. എന്നെ കണ്ടപ്പോഴേക്കും അച്ഛൻ എങ്ങോട്ടോ പതുങ്ങി മാറി കഴിഞ്ഞിരുന്നു. ബിനുവേട്ടനെയും ബിനുവേട്ടൻ താലി കെട്ടിയ എന്നെയും അച്ഛന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്തിനാ എന്നെ കണ്ടു നിൽക്കാതെ പോയത്? മനസ്സിലായി. ഞാൻ മാർക്കറ്റിൽ വെച്ച് കണ്ടത് അച്ഛനെ അല്ലാന്നും അച്ഛനെ പോലെ പൊക്കവും വണ്ണമുള്ള മറ്റൊരാളാണെന്നല്ലേ വിനുവേട്ടൻ പറയുന്നത്. എന്നാ സർവ്വദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുക, മാർക്കറ്റിൽ വെച്ച് ഞാൻ കണ്ടത് അച്ഛനെ തന്നെയാ. ഇത് സത്യം സത്യം സത്യം. വേണമെങ്കിൽ വിശ്വസിച്ചോ. വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന് വെച്ചത് അതൊക്കെ കൊണ്ട് തന്നെയാ. ഒന്നാമത് പ്രകാശൻ ഇങ്ങനെ ഒരു വീട് വെച്ചത് ആർക്കും അത്ര സൂചിച്ചിട്ടുണ്ടാവില്ല. കണ്ണു വയ്ക്കുന്നതൊന്നും ആരെയും ഞാൻ വിളിച്ചിട്ടുമില്ല. അതുകൊണ്ടാണോ വിനുവേട്ടനെ മീനാക്ഷി ഒഴിവാക്കിയത്? ഞാൻ നിന്നോടിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, വലിയ ആഡംബരമായിട്ടൊന്നും നടത്തുന്നില്ല, അത്യാവശ്യം വിളിക്കേണ്ടവരെ മാത്രം വിളിച്ച് ഒരു ചെറിയ പാല് കാച്ചായിട്ട് നടത്തുന്നു എന്ന്. ഓ, ആ പ്രധാനപ്പെട്ടവരുടെ കൂട്ടത്തില് വിനുവേട്ടനും മീനാക്ഷിയൊന്നും വരില്ലായിരിക്കും. പണത്തിനൊരു അത്യാവശ്യം വന്നപ്പോ വിനുവേട്ടനെ ഓർത്തു. വിനുവേട്ടനെ വെച്ച് പൈസ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പൊ വിനുവേട്ടൻ അത്യാവശ്യക്കാരനല്ലാതായി. എന്റെ ഭർത്താവിന്റെ ഫിലോസഫി സമ്മതിക്കണം. തർക്കിക്കാനല്ല നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. നാളെ പാല് കാച്ചാണ്. 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയില് ഇത്തരം അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക. ഷാമയാനിയും പന്തലും ഒന്നുമില്ലേ? അതിന്റെ കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം ഒരു ടാർപ്പ വലിച്ചു കെട്ടാം. അങ്ങനെയാണെങ്കിൽ ടാർപ്പ് മാത്രം ആക്കണ്ട. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആരോ വന്നല്ലോ. കോൺട്രാക്ടർ ആയിരിക്കും. പ്രകാശ, സാറെന്താ ഇവിടെ? വീട് ഇവിടെയാണെന്ന് സാറിന് അറിയായിരുന്നോ? പ്രകാശനെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ പ്രകാശൻ ഫോൺ എടുത്തില്ല. പ്രകാശന് തിരക്കായിരിക്കും അല്ലേ പ്രകാശ? സാറേ, അത് ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് അല്ലേ? നെറ്റ്വർക്കിനും ഇഷ്യൂ അല്ലേ? അല്ലെ, അതല്ലേ നീ ഉദ്ദേശിച്ചത്? പ്രകാശ, നീ ഒരു ഒന്നാം തരം ഒരു തരികിടയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെക്കാൾ കൂടുതൽ പഠിച്ചവനാണ് ഈ കുറുപ്പ്. നീ നന്നായിട്ട് കുട്ടിക്കോ, പക്ഷേ മാരാരെ ചെണ്ട പഠിപ്പിക്കാൻ നോക്കണ്ട. നീ ഇതുവരെ അടിച്ചിട്ടില്ലാത്ത താളങ്ങൾ കൊട്ടിയാടുന്നവനാണ് ഈ മാരാർ കുറുപ്പ്. സാറേ, ഞാൻ വൃത്തി കെട്ടവനെ, ഞാൻ എന്റെ മരുമകന് വേണ്ടി അവൻ ആവശ്യപ്പെട്ട ക്യാഷ് നിന്നോട് ചോദിച്ചപ്പോ നീ എന്നെ തന്നെ പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ? കൊള്ളാം. കരുണാരക്കുറുപ്പ് മകളോട് സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന പേരിൽ നീ എനിക്കെതിരെ വന്ദനയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാടാ.
അയ്യോ സാർ എന്തൊക്കെയാ പറയുന്നത്? വേണ്ട പ്രകാശ, ഒരു കള്ളം പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അത് സത്യമാവില്ല. ദാ, വന്ദനയ്ക്കുള്ള ശിക്ഷ അവളെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ട നീയും അനുഭവിക്കണം. സാർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തതല്ല. വന്ദന തനിയെ ചെയ്തായിരിക്കും. സാർ അവളെ കൊല്ലുകയോ പ്രതികാരം ചെയ്യുകയോ എന്താണെന്ന് വെച്ച് ചെയ്തോളൂ. ദയവേത് എന്നെ ഉപദ്രവിക്കരുത്. നിർത്തണം നിന്റെ നാടകം. അതെ, ഒരു ചാൻസ് ഞാൻ നിനക്ക് തരാം. വേണമെങ്കിൽ അവളെ അടക്കി നിർത്തി അവൾ എനിക്കെതിരെ കൊടുത്ത പരാതി പിൻവലിപ്പിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ വരും. അവളെയും അത് ചെയ്യിപ്പിച്ച നിന്നെയും ഒന്നുകൂടി കാണാൻ. ടാർപ്പ കെട്ടാൻ കൊളുത്തിട്ടിട്ടുണ്ടല്ലോ. അതേതായാലും നന്നായി. എന്നെ ഇനി വരുത്തുന്ന ദിവസം ചിലപ്പോ ഇതിലും വലിയൊരു ടാർപ്പ കെട്ടേണ്ടി വരും. എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പാലുകാച്ചിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കട്ടെ. നിന്റെ കെട്ടിയോളോടുകൂടി ഇത് പറഞ്ഞേക്ക്. ചന്ദ്രു, നീ അധികം ശരീരം അനങ്ങി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നീയും കൂടി അസുഖം ബാധിച്ച് കിടന്നു പോയാലേ ആകെ പെട്ടുപോകും. മാധവേട്ടന്റെ ചന്ദ്രുവിനിപ്പോ ഉറക്കം ഉണർന്നാൽ ഉടനെയുള്ള ആ തലകറക്കമൊന്നുമില്ല. പഴയതിലും നല്ല എനർജി തോന്നുന്നുണ്ട്. കാലം എന്തൊക്കെയോ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. മാനത്തെ കൊട്ടാ